ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു സ്റ്റഡി ബ്ലോഗ് തന്നെയാണ് +1-ൻ്റെ. അപ്പോൾ ഇന്ന് ജൂൺ 1 എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നു. നമുക്ക് ജൂലൈ 2 തുടങ്ങുന്നത്. അതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. നമ്മൾ 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മളൊരു 5K ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും മുന്നോട്ട് കൂടി ഉണ്ടാവണം. നിങ്ങളോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. ഈ ഒരു ഒറ്റ വർഷത്തിനുള്ളിലാണ് ഈ ഒരു 5K എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം മെയ് മാസമാണ് ഞാൻ ശരിക്കും സ്റ്റഡി ബ്ലോഗിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് സ്റ്റഡി വ്ളോഗ്സ് ചെയ്യാൻ തുടങ്ങിയത്. അതും മെയ് 15 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ആദ്യമായിട്ടുള്ള വീഡിയോ ഇട്ടത്. ഈ ഒരു വർഷം മെയ് 15 നമ്മുടെ SSLC റിസൾട്ട് വന്നൊരു ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഭയങ്കര ഒരു കണക്ട് ആയ ഒരു സംഭവം തന്നെയാണ്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ആദ്യം തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാനുള്ള ബാക്ക്ലോഗ്സിൻ്റെ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചു കേട്ടോ. കെമിസ്ട്രിയുടെ ഒരു ക്ലാസ്, പിന്നെ ഇംഗ്ലീഷിൻ്റെ ഒരു ക്ലാസ്, ബയോളജീൻ്റെ 2 ക്ലാസ് എനിക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണാനായിട്ടിരുന്നു. ഫസ്റ്റ് തന്നെ കെമിസ്ട്രി കാണാനായിട്ടിരുന്നു. കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലെ 2ാമത്തെ പാർട്ടായിട്ടാണ് സാറ് വന്നിട്ടുണ്ടായിരുന്നത്. മാധവ് സാറിൻ്റെ ക്ലാസ് എപ്പോഴും ഒരു ഫണ്ണി അല്ലെങ്കിൽ രസകരമായിട്ടുള്ള രീതിയിലാണ് സാറ് ക്ലാസ് എടുക്കാറുള്ളത്. അതായത് ഒരാളുടെ കമൻസ് വായിക്കുമ്പോഴും ഒക്കെ ഒരു ചിരിപ്പിക്കുന്ന രീതിയിലാണ് സാറിൻ്റെ പെരുമാറ്റമായാലും ക്ലാസ് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5 നിയമങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1ാമത്തെ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, 2ാമത്തത് ലോ ഓഫ് ഡെഫിനറ്റ് പ്രൊപ്പോർഷൻ, 3ാമത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, 4ാമത്തത് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം, ആൻഡ് 5ാമത്തത് അവോഗാഡ്രോസ് ലോ. ഈ 5 നിയമങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല വൃത്തിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ എക്സ്പ്ലനേഷൻ ആയാലും പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയാലും അത് പറഞ്ഞ ശാസ്ത്രജ്ഞൻ്റെ പേരും ഒക്കെ നല്ലോണം മനസ്സിലായി. പിന്നെ അതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു 5 നിയമങ്ങളെ പറ്റിയിട്ടുള്ള മാത്രമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളും ഒക്കെ ചെയ്തു. അപ്പോൾ തന്നെ ആ ഒരു പാർട്ട് ഏകദേശം ഓക്കെ ആയി. പിന്നെ എല്ലാവരുടെയും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ചിലപ്പം 8ാം ക്ലാസ്സിലേക്ക് ചേരുന്നവരുണ്ടാവാം, 9ാം ക്ലാസ്സിലേക്ക് ചേരുന്നവരുണ്ടാവും, ഇനി 10ാം ക്ലാസ്സിലേക്ക്, അതായത് SSLCയിലേക്ക് ചേരുന്നവരുണ്ടാവാം. 10ാം ക്ലാസ്സുകാരോട് ഈ ഒരു ഒറ്റ വർഷമാണ് നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ്, അതായത് നിങ്ങളുടെ ക്ലാസ്സിലുള്ളവരുടെ കൂടെയുള്ള ലാസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ അവരുടെ കൂടെയും സ്പെൻഡ് ചെയ്യുക. വീട്ടിലെത്തിയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. സ്കൂളിൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളി അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ആ ഒരു ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. 10ാം ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും വേറെ വേറെ ആവും. അപ്പോൾ നിങ്ങളുടെ ആ ക്ലാസ് ശരിക്കും നിങ്ങൾക്ക് ഒന്ന് ഇഷ്ടപ്പെട്ട് വരുന്നത് തന്നെ 10ാം ക്ലാസ് ആയിരിക്കും. അപ്പോഴത്തേക്ക് 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും വേറെ വേറെ സ്കൂളിലേക്ക് മാറുകയും ചെയ്യും. എല്ലാ ഫ്രണ്ട്സും, അതായത് ക്ലാസ്സിൽ എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പ് പുലർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ അവരൊന്നും പിന്നെ കിട്ടണമെന്നില്ല. ഇപ്പം നമ്മളെല്ലാവരെയും നേരിട്ട് കാണും, എല്ലാ ദിവസവും നേരിട്ട് ഒരേ ആൾക്കാരെ തന്നെ കാണും. പക്ഷേ പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യം പോലും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വലിയതൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗദറൊക്കെ വെക്കുമ്പോൾ മാത്രമേ പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ പഠിച്ചവരെ കാണാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സിനെ പിന്നെയും നമുക്ക് വിളിച്ചാലെടുക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവരൊന്നും കിട്ടൂല. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് 8ാം ക്ലാസ്സിനോടും 9ാം ക്ലാസ്സിനോടും പറയാനുള്ളത്. നിങ്ങളുടെ ഏറ്റവും അടിപൊളി കാലഘട്ടമാണ് വരുന്നത്. 10ാം ക്ലാസ് പിന്നെയും കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും, കാരണം പഠിക്കുക SSLC അല്ലേ എന്നൊക്കെ പറയാൻ കുറേ ആളുണ്ടാവും. പക്ഷേ 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും അങ്ങനെ ഫോഴ്സ് ചെയ്യാനൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല. അപ്പോൾ പരീക്ഷാ സമയത്ത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ അതായത് ഫിസിക്സ്, മാത്സ് ഇതിൻ്റെ ഒക്കെ ബേസ് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇനി വരാൻ പോകുന്ന എക്സാംസിൻ്റെ ഒക്കെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സുമാണ്. അത് ഉറപ്പിച്ചാൽ തന്നെ അടിപൊളിയാണ്. പിന്നെ ഞാൻ കെമിസ്ട്രിയുടെ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്തുകൊണ്ട് അവിടെ ഒരു ടിക്ക് ഇട്ട് വെച്ചു. പിന്നെ ബയോളജിയുടെ 2 ക്ലാസ് ആയിരുന്നു നമുക്ക് കാണാനുണ്ടായിരുന്നത്. പിന്നെ കണ്ടില്ലേ ഭയങ്കര മഴ. അപ്പം ഞാൻ വിചാരിച്ചു നാളെ ബയോളജിയുടെ ക്ലാസ് കാണാമെന്ന്. ഗൈസ്, അപ്പോൾ കെമിസ്ട്രി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബയോളജി കാണാം. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിങ് വേൾഡാണ്. അപ്പം അതിനും ഞാൻ പുതിയ നോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഗൈസ്, അപ്പം നമുക്ക് നേരെ ക്ലാസ് കാണാം. ബയോളജിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലിവിങ് വേൾഡ് എന്നുള്ള പാഠമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതായത് ബയോളജി വേണോ അതോ കമ്പ്യൂട്ടർ സയൻസ് വേണോ എന്നുള്ളത്. എനിക്കൊരു എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കൊരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിചാരിക്കുന്ന സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് ഇല്ല, ബയോളജിയാണുള്ളത്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ബയോളജി ശരിക്കും എടുത്തതാണ്. എനിക്ക് ശരിക്കും
ഭയങ്കര പേടിയുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് ഈ ബയോളജി പറയുന്നത്. 10ാം ക്ലാസ് വരെ അല്ല, പക്ഷേ ഈ ഒരു വർഷം മുതൽ എനിക്ക് കുറച്ച് പേടിയുള്ളൊരു സബ്ജക്റ്റാണ്. കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചർ പറയുന്നൊന്നും ചിലപ്പോൾ നല്ലോണം മനസ്സിലാവണം എന്നില്ല. കാരണം ഫിസിക്സ് മാത്സ് ഒന്നും പോലെ അല്ലല്ലോ. ബയോളജി പറയുമ്പോൾ ഫുള്ളി ഇംഗ്ലീഷ് തന്നെയാണല്ലോ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. അതിൽ നിന്നൊക്കെ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ ഈസിയാണെന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് അത്ര സമയം ഉണ്ടായിരുന്നുള്ളൂ, ഒരു അരമണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പാർട്ടിലേക്ക് കടന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കുഴപ്പമില്ല. നമ്മൾ 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും പക്ഷേ 10ാം ക്ലാസ്സിനും ഒക്കെ പഠിച്ച ആ ഒരു ടൈപ്പ് തന്നെയാണിത്. നമ്മുടെ ക്ലാസിഫിക്കേഷനിലെ, അതായത് നമ്മുടെ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, അതിനൊക്കെ പറ്റിയിട്ടാണിത് ഓവറോൾ പറയുകയാണെങ്കിൽ. അതായത് ആദ്യം തന്നെ ബയോഡൈവേഴ്സിറ്റി എന്താണ്, പിന്നെ നെയിമിംഗ് ഓഫ് ഓർഗാനിസംസ്, പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, പിന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂൾസ്, അത് ചെയ്യാനുള്ള റൂൾസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ടാക്സോണമിയുടെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ ബേസിക് പ്രോസസ്സ് എന്താണ്, പിന്നെ സിസ്റ്റമാറ്റിക്സിനെ പറ്റി പറഞ്ഞു, പിന്നെ ടാക്സോണമിക് കാറ്റഗറീസിനെ പറ്റി പറഞ്ഞു. അതിലാണ് ഈ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം ഇതിനൊക്കെ പറ്റി പറഞ്ഞു. അതിൻ്റെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കാര്യങ്ങൾ മിസ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരു നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് കുറച്ചൊക്കെ നല്ലോണം ഏകദേശമൊക്കെ മനസ്സിലായി. അപ്പോൾ ആ ചാപ്റ്ററിനെ പറ്റിയിട്ട്. ഈ ചാപ്റ്റർ കഴിഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പാർട്ടിൽ തീർക്കുന്നൊക്കെ. അപ്പോൾ അറിയില്ല. അപ്പോൾ നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. നിങ്ങൾ ബയോളജി എവിടം വരെ എത്തിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ +1 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതാണ് എൻ്റെ നോട്ട്സ് വരുന്നത്. രാത്രി കഴിക്കേണ്ട ചോറ് വൈകുന്നേരം 5 മണിക്ക് തന്നെ തിന്നിട്ട് ഞാൻ എൻ്റെ ഡിന്നർ അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ശരിയെന്നാ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ, സീ യു.